Watch full episodes on Jio Hotstar. താൻ എന്തായി പറയുന്നത്? തീർച്ചയായിട്ടും അത് കിട്ടുമോ? പിന്നെ നമുക്ക് ശ്രമിക്കാം. രുദ്ര, നിങ്ങൾ കുറച്ചു നേരം ചുറ്റിക്കറങ്ങിട്ട് വാ. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഓക്കേ, see you soon. ശരി രംഗില, ഞങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. രുദ്ര, ദാ അത് കണ്ടോ? ഞാൻ മാജിക്, ഞാൻ മായാജാലമാണ്. എന്നെ കണ്ട് പേടിക്കൂ. ഞാനാണ് ഷാക്കാൽ. ഇങ്ങോട്ടൊന്ന് നോക്ക് മോനെ. രുദ്ര, രുദ്ര, നീയല്ലേ രുദ്ര? പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഞാൻ വളരെ വിശ്വാസത്തോടെയാണ് നിന്നെ തേടി വന്നിരിക്കുന്നത്. നിങ്ങൾ ആരാ? ഞങ്ങൾ എന്ത് സഹായം നിങ്ങൾ ചെയ്യേണ്ടത്? എന്റെ മകൻ ആ കേവിനടുത്തേക്ക് പോയതാ. അവൻ അറിയാതെ അതിൽ കുടുങ്ങിപ്പോയി. ഞങ്ങൾ അവനെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. നീ ഞങ്ങളെ സഹായിക്കില്ലേ? പ്ലീസ് ദയവേത് കരയാതിരിക്കൂ. ഞാൻ നിങ്ങളുടെ മകനെ കേവിൽ നിന്നും പുറത്തു കൊണ്ടുവരാം. എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. ആ സ്ഥലം വളരെ ദൂരെയാണ്. ഞങ്ങളാണെങ്കിൽ തളർന്ന് അവശരായിരിക്കുകയാണ്. ഞങ്ങള് കാരണം നിങ്ങൾ അവിടെ എത്തിപ്പെടാൻ ലേറ്റ് ആയി പോയാലോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ പേടിക്കണ്ട, അവൻ ഞങ്ങളുടെ ഫ്രണ്ട് ആണ്. നിങ്ങൾ രണ്ടുപേരും അവന്റെ പുറത്ത് കയറിയിരിക്കൂ. എന്നിട്ട് ഞങ്ങൾക്ക് കേവിലേക്കുള്ള ഡയറക്ഷൻ പറഞ്ഞു തരൂ. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ പിള്ളേരെ 2 മിനിറ്റ് തനിച്ചു വിട്ട പ്രശ്ന. ഒന്ന് നിക്ക്. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ പിന്നെ പറഞ്ഞു തരാം രംഗീല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ പോര്. ഒന്ന് നിൽക്ക്. ആ കേവ് എവിടെയുള്ളത് സർ? നമ്മൾ ഇതാ അടുത്ത് എത്തിക്കഴിഞ്ഞു. ആ മലയുടെ അടുത്ത് ചെന്നിറങ്ങ്. ആ കാണുന്നതാണ് ഗുഹ. അവിടേക്ക് ചെല്ല്. മൈര, വരുൺ, ഇതൊക്കെ ആരാ? നമ്മൾ എന്തിനാ അവരെ ഫോളോ ചെയ്ത് പോകുന്നത്? എന്തെങ്കിലും ഒന്ന് പറയ്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എന്ത് ഗുലുമാലാണാവോ ഇത്? ഇതൊന്നും ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്തോ പ്രശ്നമുണ്ട് ഇവിടെ. അതെ രുദ്ര, ഈ കാണുന്ന ഗുഹയില്ലേ, അതിന്റെ അകത്താണ് എന്റെ മകൻ. കുറച്ചു നേരം വരെ ഞങ്ങൾ അവന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നതാ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. കേവിന്റെ വാതിൽ തന്നെ ഇത്ര ഭയങ്കരമാണെങ്കിൽ അതിനകത്ത് കുടുങ്ങിയ മൗണ്ടുവിന്റെ ഗതി എന്തായി കാണും? നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. നമുക്ക് എല്ലാവർക്കും അകത്ത് ചെന്ന് നോക്കാം. മോട്ടു, മോട്ടു, ആരാ അവിടെ ബഹളം ഉണ്ടാക്കുന്നത്? ആരും അകത്തേക്ക് വരരുത് പറഞ്ഞേക്കാം. ഒരു പ്രാവശ്യം ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആദ്യം നീ ആരാന്ന് പറയ. പതുങ്ങിരുന്ന് ഞങ്ങളെ പേടിപ്പിക്കാണോ? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് ഞങ്ങളെ ഫേസ് ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് വരുന്നതായിരിക്കും. നീ എന്നെ കാണാതെ ഇവിടുന്ന് പോകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നെ പുറത്തേക്ക് വരാൻ പറഞ്ഞ നീയേ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്.
എന്റെ അമ്മേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഓ, പെട്ടെന്ന് ഈ മിററിന് എന്താ പറ്റിയത്? ആക്ടിവേറ്റ് ആകുകയാണ്. Ibaiska Mirror Pushino. Ibaiska Mirror Breako. Myron, tranquila. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അകത്തേക്ക് വരണ്ടെന്ന്. ഇപ്പൊ അനുഭവിക്കേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി. ശരിക്കും കുടുങ്ങിപ്പോയി. ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ബൈ രുദ്ര. Forever. വളരെ തെറ്റാണ് ശകാലോ. ഒരു ദിവസം പോലും നമുക്ക് മനസ്സമാധാനമില്ല. എന്നും ഓരോ പ്രശ്നം തെരഞ്ഞു വന്നോണ്ടിരിക്കുക. പ്രശ്നമൊന്നും ഇല്ലെങ്കിലോ ഈ പ്രശ്നം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. രുദ്ര, എനിക്ക് പേടിയാവുന്നു. അവരുടെ മകൻ എവിടെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ അകത്ത് ഒരു ചെക്കനും ഇല്ല. ഷക്കൽ നമ്മളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. നമ്മളെ കുടുക്കിയിരിക്കുന്നു. വരും, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അല്ല, ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇത് ഏത് തരം മിറർ ഇമേജാ? എല്ലാം തലതിരിഞ്ഞാ കാണിക്കുന്നത്. രുദ്ര, പ്രേതം, രുദ്ര. രുദ്ര, എന്തു പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? രുദ്ര, അവിടെ ഒരു മിററിൽ ഭൂതമുണ്ട്. അത് എന്നെ അടിച്ചു. ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. Ibaiska Mirror Breako. രുദ്ര, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മിററിന്റെ ഇമേജസ് ആണല്ലോ. നമ്മൾ എന്ത് മാജിക് ചെയ്താലും അത് നമ്മുടെ തിരക്ക് തന്നെ വരികയാണ്. നമുക്ക് മുന്നോട്ട് പോവാം. മിററിനെ ഇഗ്നോർ ചെയ്യ. നമ്മൾ ഇവരിൽ നിന്നും ഒരുപാട് ദൂരെ ചെല്ലണം. ഇവിടുന്ന് നോക്കുമ്പോ കണ്ണെത്തും ദൂരം വരെ മിറേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഏത് തരം സ്ഥലമാ? ഏതായാലും റിഫ്ലക്ഷൻ ഇല്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടു.
അല്ല ഇതെന്താ പറ്റിയത്? ഓ അവിടെ എന്തോ ഉണ്ട്. വരും നമുക്ക് പോയി നോക്കാം. ഈ മാജിക് വളരെ സ്ട്രോങ് ആണ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. മേലോട്ട് ഒരിക്കലും നോക്കരുത്. ഇതിന്റെ അർത്ഥം എന്താ? മേലോട്ട് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അങ്ങനെ മേളിൽ എന്താ ഉള്ളത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. Welcome to the mirror world. ചേട്ടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ രുദ്ര. ഒരുവിധം രക്ഷപ്പെട്ടു. മുകളിൽ നിന്നും വീണില്ലല്ലോ. ഓ എന്തായാലും നന്നായി. നീ എന്താ ഈ ചെയ്തത്? ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഏത് സ്ഥലത്തേക്കാ ഈ മിറർ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്? രംഗീല പേടിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവും സോൾവ് ആവാൻ പോകുന്നില്ല. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഈ സ്ഥലം ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. Come on. ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചും സൺസെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് നോക്കൂ, പാലസ്. അല്ല നീയാ തെറ്റ് ചെയ്തത്. നീ തന്നെയാ തെറ്റ് ചെയ്തത്. നീ തന്നെയാണ് തെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ? നീ എന്റെ ജോലി നോക്കിട്ട് പോ. പുറത്തേക്ക് ഇറങ്ങി വാ. പിടിക്കൂ പിടിക്കൂ അയാളെ പിടിക്കൂ. അവന്റെ വാച്ച് മോഷ്ടിച്ച് ഓടുകയാണ്. അവനെ പിടിക്കൂ. വേണ്ട വേണ്ട, അത് തുടരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. പറഞ്ഞത് ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. കള്ളൻ അവനാണ്. എന്റെ നേർക്കെന്തിനാ ഇതൊക്കെ എറിയുന്നത്? കള്ളൻ കള്ളൻ ആരെങ്കിലും പിടിക്കോ. ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. എല്ലാവരും എന്നെ എന്തിനെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത്? ഈ സൺസെറ്റിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇവിടെ ആരും ഒരു സാധനവും മോഷ്ടിക്കാറില്ലല്ലോ. വരൂ നമുക്ക് പാലസിൽ ചെന്ന് നോക്കാം. രുദ്ര അവരെ തടഞ്ഞു നിർത്ത്. അവരെ ബേർഡിനെ വേട്ടയാടാൻ ശ്രമിക്കുക. നിർത്ത്. നിങ്ങളാരാ? സെയിം ടു സെയിം നമ്മുടെ മുഖം പോലെ തന്നെ ഉണ്ടല്ലോ. ഇവന്മാർ ഏതാണ്ട് ഡമ്മി പീസാന്ന് തോന്നുന്നു. ഇതിപ്പോ ആകെ കഷ്ടമായല്ലോ. രുദ്ര നമ്മളെ സ്പൈ ചെയ്യാൻ വേണ്ടി ഈ ഷാക്കാൽ ഇവരെ ഇങ്ങോട്ട് അയച്ചതായിരിക്കും. അവന്മാരെ പിടിച്ചകത്താക്ക്. അത് അങ്ങനെയല്ല പറയേണ്ടത്. ഇത് വലിയ കഷ്ടമായി എന്നല്ല, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ എന്നാണ്. മിണ്ടാതിരിക്കണ മരമണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ ഷാക്കാലിന്റെ സ്പൈ തന്നെ ആയിരിക്കും. അല്ല അല്ല, ഞങ്ങൾ അയച്ചത് ഷാക്കാൽ അല്ല.
ഇത് ഞങ്ങളുടെ പാലസ് ആണ്. നിങ്ങളെയാണ് ഷക്കൽ പറഞ്ഞയച്ചതെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടുന്ന വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പൊക്കോ. നമ്മളെ ഒരുത്തം പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. പാലസിന്റെ കിങ് ആണത്ര. രുദ്ര, കാണിച്ചു കൊടുക്ക്. ഈ പാലസ് ആരുടെയാണെന്ന് കാണിച്ചു കൊടുക്ക്. വരുൺ, നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഹാൻഡിൽ ചെയ്യ. Ibaiska Sakopo Storm! Wow, fight ചെയ്യാൻ പോവാണോ? Come on, fight, fight! अंतर मंतर काली कलंदर चू! എന്നെ വെള്ളത്തിൽ തള്ളിയിടാൻ നോക്കിയല്ലേ? അല്ല പിന്നെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ എന്താ മനസ്സിലാകാത്തത്? ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. ഞങ്ങൾക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം. ശരിയും തെറ്റും അദ്ദേഹം തീരുമാനിക്കട്ടെ. നിനക്കിപ്പോ മുത്തശ്ശനെ കാണണോ? ശരി, വാ. എന്നാ പിന്നെ അദ്ദേഹത്തെ കാണിച്ചു തരാം. ഭാഗ്യത്തിന് മുത്തശ്ശൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും. മുത്തശ്ശ, ദാ ഇത് കണ്ടോ? ഷാക്ക ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ സ്പൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ അവരിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടഴിച്ചു വിട്. മുത്തശ്ശ, എത്ര ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കാണാൻ ഞങ്ങളെ പോലെയുള്ള ഇവര് ഓൾറെഡി നമ്മുടെ പാലസിന്റെ അകത്ത് കയറിയിരിക്കുക. എന്നിട്ട് ഞങ്ങള് ഷക്കാലിന്റെ സ്പൈ ആണെന്നാ പറയുന്നത്. എന്ത് കൺഫ്യൂഷനാ അത്? ഇതിലൊരു കൺഫ്യൂഷനുമില്ല. എല്ലാം കണ്ണാടി പോലെ ക്ലിയർ ആണ്. നിങ്ങൾ 4 പേരും ഷാക്കാലിന്റെ ചാരന്മാരാണ്. എന്റെ കുട്ടികളുടെ മാസ്ക് അണിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാലസിൽ കയറിക്കൂടി അല്ലേ? മാസ്ക് അഴിച്ചു മാറ്റേ. ചേടാ, ഇത് പോലാത്ത കഷ്ടമായല്ലോ. മുത്തശ്ശ, ആദ്യം എനിക്ക് ആ ചാൻസ് തന്നേക്ക്. ചേടാ, ഇതൊന്നും മാസ്ക് അല്ല, എന്റെ ഒറിജിനൽ ഫേസ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ്. എന്നെ വിടടാ. മുത്തശ്ശ, ഇവ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഭയങ്കര മാസ്ക് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഊരി പോരുന്നില്ല. ഷാക്കാൽ ഇവരെ നല്ലോണം ട്രെയിൻ ചെയ്ത് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവൻ അത് അറിയാൻ ശ്രമിക്കുകയാണ്. കോൾ സിറ്റി അറ്റാക്ക് ചെയ്യുവാനുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് അവൻ അറിയണം. പക്ഷെ മുത്തശ്ശ, നിങ്ങൾ എപ്പോഴും ശാന്തമായിട്ടും സ്നേഹത്തോടെ അല്ലേ സംസാരിക്കാറ്? കോൾ സിറ്റി ആക്രമിക്കണമെന്ന് എന്തിനാ പറയുന്നത്? പിന്നെ ഷാക്കാൽ ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത് പറഞ്ഞേക്കാം. അവരെ പിടിച്ച ആ റൂമിലിട്ട് അടയ്ക്കേ. 1 മിനിറ്റ്. അവരെ ഇങ്ങനെ മുറിയിൽ പൂട്ടി വെച്ചാൽ അവര് പറന്നു പോവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇവർ 4 പേർക്കും കാലിന്റെ ശക്തി ഉപയോഗിച്ച് പറക്കുവാൻ പറ്റില്ല. കൊണ്ടുപോയവന്മാരെ ഇവരെന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നത്? എല്ലാവരും ക്യാരക്ടർ എന്താ മാറിപ്പോയേ? ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇപ്പൊ നമ്മൾ മിറർ വേൾഡിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം ഉൾട്ടയാണ്. സൺസിറ്റിയുടെ നന്മകളൊക്കെ തിന്മയായി മാറിയിരിക്കുകയാണ്.
എടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമല്ലോ രുദ്ര. മുകളിലേക്ക് നോക്ക്, റൂഫ് തുറന്നിരിക്കുക. വാ നമുക്ക് പറന്ന് പോവാം. നമ്മൾ എങ്ങനെ പറക്കും? ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശൻ ആന്റി മാജിക് റേസ് വെച്ച് പറക്കുന്ന ശക്തിയും കൂടി തടഞ്ഞിരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശൻ നമ്മുടെ പറക്കുന്ന ശക്തി അപകരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം രംഗീലയുടെ പറക്കുന്ന പാത്രത്തെ കുറിച്ച് മറന്നുപോയി. രംഗീല, പാത്രത്തിൽ കയറിയിരുന്ന് പറക്കാൻ ശ്രമിച്ചു നോക്ക്. ആ, ആ, ആ. ഓ, ആ, 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 ആ. സോറി ഫ്രണ്ട്സ്, എനിക്ക് തോന്നിയിരുന്നു തടവുകാരുടെ റൂം അവർ ടോട്ടലായിട്ട് സീൽ ചെയ്തിട്ടുണ്ടാവും എന്ന്. എന്നാലും വെറുതെ ശ്രമിച്ചു നോക്കിയതാ. നമ്മളിപ്പോ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആ രുദ്ര, നമ്മുടെ പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി കഴിഞ്ഞു. അവർക്കത് അറിയില്ലല്ലോ. സ്വയം അറസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പറ, നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ് രുദ്ര? ഇവര് 4 പേരും ഏത് പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്താ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അതെല്ലാം കേട്ട് കഴിഞ്ഞു. So simple. Plan is mission escape. വേഗം പോ. മര വരോൺ, വേഗം ചെന്ന് ആ ചെയറിൽ കയറിയിരിക്കുക. എന്നിട്ട് ആ ടേബിൾ മുറുകെ പിടിച്ചോ. രുദ്ര, ഇരിക്കാനുള്ളതല്ല, ഓടി രക്ഷപ്പെടാനുള്ള സമയ. മൈറ പ്ലീസ് ലിസൺ. അതിലിരിക്ക. ഈ ബൈസ്കോ ഫ്ലൈയോ. മുത്തശ്ശോ, ചക്കളുടെ ചോരന്മാർ എസ്കേപ്പ് ആവാണ്. വിടരുത്, അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്കവരെ. ഒന്ന് വേഗത്തിൽ പറക്ക്. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. രുദ്ര, അവര് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. Байска, чу! രുദ്ര, പുറകിലുള്ള കാര്യം വിട്ടേക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞ് മുന്നോട്ട് നോക്ക്. മുൻവശത്തു കൂടെ ഷാക്കാലും വന്നിട്ടുണ്ട്. ആ, ഒരു സൈഡിൽ പുലിയുണ്ട്, മറ്റൊരു സൈഡിൽ മുതലയാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട കുട്ടികളെ. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ജയ് സിംഗ് ചൗഹാൻ, മുന്നോട്ടൊരു അടി എടുത്തു വെച്ചാൽ വിവരമറിയും താൻ. ഞാൻ മാജിക് ലോബി കൂടെ കണ്ടതാണ്. ഈ കുട്ടികൾ നിന്റെ രുദ്ര പിന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരിപ്പോൾ എന്റെ പ്രൊട്ടക്ഷനിലാണുള്ളത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. നിന്റെ ചാരന്മാരോട് പറഞ്ഞേക്കൂ, വീണ്ടും ഒരു പ്രാവശ്യം സൺ സിറ്റിയിലേക്ക് വന്നാൽ ആ ദിവസം അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. ഈ ശക്കൽ എങ്ങനെ നല്ലവനായി മാറിയത്? ആരും ഒന്നും മിണ്ടരുത്. മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയായിട്ടാണ് നടക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തെ ശക്കൽ നല്ല മനുഷ്യനായി മാറിയിരിക്കുന്നത്, മുത്തശ്ശൻ വില്ലനായും. താങ്ക് യു ഷക്കൽ സർ. അന്യരായ ഞങ്ങളെ നിങ്ങളാണ് രക്ഷിച്ചിരിക്കുന്നത്. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജയ്സിംഗിന്റെ പതിവാണ്. ഒന്നും അറിയാത്ത കുട്ടികളെ വെറുതെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ പാലസിലേക്ക് പോര്. ഇനി ഈ ടേബിളിൽ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യമേ ഇല്ല.
ചേടാ ഇതുപോലെ അത് പ്രശ്നമായല്ലോ. ഷാക്കാൽ എപ്പം മുതലാ സാറായി മാറിയത്? ഇപ്പൊ മായരയും വരണോ അവനെ സാറെന്ന് വിളിക്കുകയാണല്ലോ. ഞാൻ എന്റെ അന്ത്യശ്വാസം വരെ അയാള് സാറെന്ന് വിളിക്കില്ല. ഹലോ എവ്രിവൺ, നമ്മുടെ പുതിയ ഗസ്റ്റുകളെ കണ്ടോ? ആരും പേടിക്കണ്ട. ഇവരെ കാണാൻ രുദ്രയെ പോലെയും അവന്റെ ഫ്രണ്ട്സിനെ പോലെയും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരല്ല ഇത്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ഷക്ലീന, ജെനി, ജോഡി. ഹലോ സോഗ, സൈക, ഇവരെ ഒന്ന് ശരിക്കും ട്രീറ്റ് ചെയ്തേ. രോഗയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ശത്രുക്കളെ മിത്രങ്ങളായി കാണാൻ എനിക്ക് പറ്റില്ല. രോഗയ്ക്ക് ഇതൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ചേടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് അവരൊന്നും അല്ലെന്നേ. ഇവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇവര് തരുന്ന ഭക്ഷണം വിശ്വസിക്കാൻ കഴിയില്ല. നല്ലവന്മാരെ പോലെ അഭിനയിച്ച് നമ്മളെ മേലോട്ട് പറഞ്ഞയച്ചാലോ? ഞാൻ എന്റെ ആഹാരം മാത്രമേ കഴിക്കൂ. എന്നാ പിന്നെ രുദ്ര, നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കാല്ലേ? ഷാക്കാൽ സാറിന് എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒരു പ്രശ്നമില്ല രുദ്ര. നിന്റെ കൂട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഭയം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ശരി, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഹാരം തന്നെ കഴിക്ക്. എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല. ഈ അവസാനത്തെ പീസ് ഞാൻ കഴിക്കാന്നേ. രുദ്ര, നീ സൺസിറ്റിയിലെ രുദ്രേക്കാളും വളരെ ഡിഫറെന്റാ. നിങ്ങൾ എല്ലാരും കംഫർട്ടബിൾ ആയിട്ടിരിക്കേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലും നീ കളിക്കാം. പറഞ്ഞത് ശരിയാണ് ജെനി. ഷക്കൽ സർ, ഞങ്ങൾ അറിയാതെ മിറർ വേൾഡ് സൺസിറ്റിയിൽ പെട്ടുപോയതാണ്. ഇനി എങ്ങനെ തിരിച്ചു പോകേണ്ടത് അതാ മനസ്സിലാവാത്തത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അലാസാറിന്റെ ലൈബ്രറിയില് മിറർ വേൾഡിനെ സംബന്ധിച്ചുള്ള ബുക്സ് ഒക്കെ കാണും. അതിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. അതെ, അത് ശരിയാണ്. ഈ മിറർ വേൾഡിൽ എല്ലാം ഉണ്ടെങ്കിൽ അപ്പൊ അലസ സാറിന്റെ ലൈബ്രറി ഉണ്ടായിരിക്കും. താങ്ക് യു ഷക്കൽ സർ. ഞങ്ങൾ അവിടെ ചെന്ന് ബുക്ക് തേടി കണ്ടെത്താം. രുദ്ര, വീണ്ടും വീണ്ടും ഷാക്കാലിനെ ഷാക്കാൽ സാറെന്ന് വിളിക്കരുത്. അവന്റെ പേരിനും ജോലിക്കും സാറെന്നുള്ള വാക്ക് ചേരില്ല. രംഗീല, അപ്പൊ ഞങ്ങൾ പോവാണ് ഷക്കൽ സർ. സൂക്ഷിക്കണം രുദ്ര. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല സർ, സുഖാണോ? ഇതാര്, രുദ്രയോ? ഒരുപാട് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് മിറർ വേൾഡിലെ ബുക്ക് വേണം. നിങ്ങൾ ഇതിലിരിക്കെ, ഞാൻ ആ മാജിക് ബുക്ക് കൊണ്ടുവരാം. അല്ല സർ, ആ ബുക്ക് എവിടെയാ ഉള്ളത്? രുദ്ര, ഇന്ന പിടിച്ച ബുക്ക്. കുതിര പുല്ലുമായി കൂട്ടുകൂടിയാൽ പിന്നെ തിന്നുന്നത് എന്തായിരിക്കും? മിറർ വേൾഡിൽ വന്നിട്ട് മിറർ വേൾഡിന്റെ ബുക്കാണോ ചോദിക്കുന്നത്? ഇനി ജയ്സിംഗ് ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ എന്റെ തടവിലായിരിക്കും. ജയ്സിംഗ്, നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെ തടവിലാണ്. വന്നവരെ കൊണ്ടുപോയിക്കുള്ളൂ. താങ്ക് യു അല്ല സാർ. ചാരന്മാരെ, നിങ്ങൾ എന്താണ് കരുതിയത്? അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതിയോ? അല്ല സാർ, ഇവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഇവന്മാരെങ്ങോട്ടാ പോയത്? മുകളിൽ നോക്ക്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതെന്താണ് അലസ സർ? ആനയുടെ പല്ല് അത്രയും പെട്ടെന്ന് ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ അതിനും പല്ലുകളുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയാണെങ്കിൽ നിങ്ങൾ മാത്രം എങ്ങനെ നല്ലവനായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഇമേജസിനെ അയച്ചത്. ഇപ്പൊ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് റെസ്റ്റിംഗ് ചെയറിൽ റെസ്റ്റ് എടുക്കൂ. ഗൈസ്, വേഗം ചെന്ന് ബുക്ക് തേടി കണ്ടെത്ത്. നമ്മുടെ കൈവശം ടൈം കുറവാണ്.
ബുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണ്ട, നീ ആ ബുക്ക് എടുത്തോണ്ട് പോവരുത്. ബുക്ക് പ്രൊട്ടക്ടർ, എന്റെ അനുവാദമില്ലാതെ അവർ ആ ബുക്ക് എടുത്തിരിക്കുകയാണ്. അവരെ തടയൂ. ബുക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര, അത് ഞങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് പ്രൊട്ടക്ടർ, വേണ്ടെന്ന് വെച്ചാലും എനിക്കിത് ചെയ്തേ പറ്റൂ. ഡിസ്മാന്റലോ. വേണ്ട. ഇതൊക്കെ എന്താണ് അലാഗ സർ? ആ ചാരന്മാരെവിടെ? അവര് രക്ഷപ്പെട്ടു പോയി. രുദ്ര, ബുക്ക് അടയ്ക്ക്. ഇതിന്റെ പ്രകാശം കണ്ണിന് നല്ലതല്ല. ചേടാ, ഇത് വല്ലത് പ്രശ്നമായല്ലോ. പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ രുദ്ര എങ്ങനെ ബുക്ക് വായിക്കുന്നത്? ബുക്ക് ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഇതിലെന്താ എഴുതിയിട്ടുള്ളത്? രുദ്ര, എന്താ എഴുതിയിരിക്കുന്നത്? വേഗം വായിക്ക. ഇനി 1 മിനിറ്റ് പോലും ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കില്ല. വരും നോക്ക്, ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ ഇത് വായിക്കുന്നത്? ഈ ബുക്കിലെല്ലാം തല തിരിഞ്ഞാണ് കാണുന്നത്. നമ്മളുടെ കാര്യം പോക്കാ. ബുക്ക് കിട്ടി, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബുക്ക് തുറന്നപ്പോ വായിക്കാൻ പറ്റാത്ത അവസ്ഥയും. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ നമ്മുടെ തലയെഴുത്തിൽ വേറെന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്? രംഗീല, വിധിയെ കുറ്റം പറയുന്നത് നിർത്ത്. മുത്തശ്ശൻ പറഞ്ഞ ആ ലെസൺ ഒന്ന് ഓർത്തു നോക്ക്. പ്രശ്നം എത്ര വലുതായാലും ശരി, അതിനേക്കാളും ധൈര്യം നമുക്കുണ്ടാവണം. രുദ്ര, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബുക്ക് വായിക്കാൻ തുടങ്ങാം. ഈ ബുക്കിൽ മിറർ ഇമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം തലകീഴായിട്ട് കണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ വെച്ച് അവസാനിക്കും ഈ കഥ. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാനുള്ള വഴി ഈ മണ്ണിൽ തന്നെ ഉണ്ട്. സൂര്യന്റെ അവസാന കിരണങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് പോകാനുള്ള വഴി തുറന്നില്ലെങ്കിൽ പിന്നീട് എല്ലാവരും നിരന്തരമായി ഇവിടെ തന്നെ കുടുങ്ങി പോകുന്നതായിരിക്കും. രുദ്ര, ഈ വരികൾക്കെല്ലാം എന്താണ് അർത്ഥം? അതിനർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എല്ലാവരും റിട്ടേൺ പോയിന്റിലേക്ക് ചെന്നേ പറ്റൂ. എവിടുന്ന് വന്നോ അവിടേക്ക്. ആ സമയം മിസ്സായി പോയാൽ പിന്നെ നമ്മൾ എല്ലാവരും മിറർ വേൾഡിൽ കുടുങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് റിട്ടേൺ പോയിന്റ് ഓർമ്മയുണ്ട്. ഇപ്പൊ സമയം വളരെ കുറവാണ്. വേഗം വരും, പോവാം. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ. രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പില്ലേ? ലൈബ്രറിയിൽ നിന്നും മോഷ്ടിച്ചിട്ട് ഓടുകയാണല്ലേ? ഇതിന് നിനക്ക് തീർച്ചയായിട്ടും വലിയ ശിക്ഷ കിട്ടും. ഞാൻ 5 വരെ എണ്ണാൻ പോവാ. മര്യാദയ്ക്ക് സറണ്ടർ ആയേക്ക്. അപ്പൊ ശിക്ഷ കുറയും. അല്ലെങ്കിൽ വേണ്ട രുദ്ര, മാജിക് ഇപ്പൊ ചെയ്യണ്ട. നീ അവന്റെ നേർക്ക് മാജിക് ചെയ്താൽ
തിരിച്ച് നിന്നെ തന്നെ അറ്റാക്ക് ചെയ്യും. ചെയ്യ് മാജിക് അറ്റാക്ക് ചെയ്യ്. എന്താടാ നിർത്തി കളഞ്ഞത്? പേടിച്ചു പോയോ? മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം എത്ര വലുതാണെങ്കിലും ധൈര്യം എപ്പോഴും നമ്മൾ കൈവിടരുതെന്ന് പറയാറുണ്ട്. പറയുന്നത് കേൾക്ക്, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എനിക്ക് അവനെ തല്ലാൻ പറ്റില്ല, പക്ഷെ നിനക്ക് അവന്റെ നേർക്ക് മാജിക് ചെയ്യാൻ കഴിയും. അപ്പൊ അതാണല്ലേ നിന്റെ പ്ലാൻ? അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്തോ. മാജിക് ചെയ്തത് നീ ആയിരിക്കും, പക്ഷെ പവേഴ്സ് എന്റേതും. എന്റെ മുന്നിൽ വാ. ഇവന്മാരിതെന്താ ചെയ്യുന്നത്? എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ നിങ്ങൾ വീണ്ടും എന്റെ പിടിയിൽ തന്നെ ആകും. Yes, Rudra, we did it. മരോ വരുൺ വരൂ, നമുക്ക് പോയിട്ട് മുത്തശ്ശന്റെ ഒപ്പം തിരിച്ചു വരാം. ഡ്യൂപ്ലിക്കേറ്റ് രുദ്ര, ഞാൻ വീണ്ടും തിരിച്ചു വരും, നോക്കിക്കോ. അവനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ് തിരിച്ചു പോയത്. എനിക്ക് തോന്നുന്നത് അവൻ തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്നാ. നമ്മൾ എത്രയും പെട്ടെന്ന് റിട്ടേൺ പോയിന്റിലേക്ക് ചെല്ലണം. നിങ്ങൾ ചെന്നു ആ സർക്കിൾ തേടി കണ്ടെത്ത്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് രുദ്രയെ തടഞ്ഞു നിർത്താം. അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. പയ്യായി നിങ്ങൾ എത്ര ദൂരം ഓടിയാലും ശരി, നിങ്ങൾ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓ, അപ്പൊ നീ എന്നോട് ഏറ്റുമുട്ടുമല്ലേ? ജയ്സിൻ ചൗഹാന്റെ കൂടെ ഏറ്റുമുട്ടുമല്ലേ? ഓക്കെ, നിനക്ക് എന്തുമാത്രം ശക്തിയുണ്ട് നിന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാരും ചൊല്ല്, നിൽക്കരുത്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. വേഗം സ്ഥലം കണ്ടെത്ത്. ആ ജയസിംഗിന്റെ ഭയങ്കര രൂപം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല.
ഇനി എത്ര കാലം ഓടി ഒളിയും രുദ്ര? ഓ രുദ്ര, ആ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. താഴേക്ക് നോക്ക്, എന്നിട്ട് പുറത്തേക്ക് ചെല്ല്. രുദ്ര, വേഗം വാ. ഇവിടെ എഴുതിയിരിക്കുന്നത് താഴേക്ക് നോക്ക് എന്നിട്ട് പുറത്തേക്ക് ചെല്ലു എന്നാണ്. വേണ്ട വരുൺ, താഴോട്ട് നോക്കരുത്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം തലകീഴായിട്ടല്ലേ? രുദ്ര, മുറുകെ പിടിക്കോ, ഞാൻ പോന്നേക്കാം. സിംസം, ഇവിടെയെല്ലാം തലകീഴായിട്ടാണ് നടക്കുന്നത്. ഫ്രീ റൂട്ട്സിനോട് പറയൂ, മിറർ വേൾഡിന്റെ ജെയ്സൺ പിന്നെ രുദ്രയെ പിടിച്ച് വെക്കണ്ട എന്ന്. ഫ്രീ ആയിട്ട് വിട്ടേക്കാൻ പറ. ഞങ്ങളെ വിട്ടേക്ക്. വിടൂ. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു. രുദ്ര, മര്യാദയ്ക്ക് സറണ്ടർ ആവ്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല. അവിടെ നിൽക്കേ. ജയ്സിംഗ്, നീ ആ പാവം കുട്ടികളെ ഒരുപാട് വേദനിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരു അടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നീ എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നതാണ്. ഇതുവരെ ഞാൻ ക്ഷമിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ നീയാണ് എന്നെ ഇവിടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ കുട്ടികളെ വിട്ടേക്ക്. ഇപ്പൊ ഞങ്ങൾ പോവാണ് ഷാക്കാൽ. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ഞങ്ങൾ തീർച്ചയായും വീണ്ടും തിരിച്ചെത്തും. വരൂ കുട്ടികളെ. ഫ്രണ്ട്സ്, ഇവിടെ നിന്നും നമ്മൾ താഴോട്ടല്ല മുകളിലോട്ട് നോക്കണം. അപ്പോഴേ ഈ അപ്സൈഡ് ഡൗൺ വേൾഡിൽ നിന്നും നമുക്ക് റിയൽ വേൾഡിലേക്ക് പോകാൻ കഴിയൂ. താങ്ക് യു ഷക്കാൽ സർ, നിങ്ങൾ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. താങ്ക് യു വെരി മച്ച് ഷാക്കാൽ സർ. നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം കുട്ടികളെ. അത് കണ്ടോ, പുറത്തേക്ക് പോകാനുള്ള വഴി. യെസ്. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക്. ഈ ഞാനാണ് ഷാക്കാൽ. രുദ്ര, വീണ്ടും ഒരു തവണ കൂടി നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം മറക്കരുത്, നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചുവെന്ന് കരുതണ്ട. ഞാൻ തിരിച്ചു വരുന്നതാണ്.
ഷക്കൽ സർ, ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ വിടാണ്. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു, അതുകൊണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിടില്ല. അല്ല, അവൻ എന്നെ സാറേ എന്നാണല്ലോ വിളിച്ചത്. ഞാൻ പിന്നെ അവരെ സഹായിച്ചു എന്നും പറഞ്ഞല്ലോ. അവനെ സഹായിച്ചെന്നോ? ഞാൻ എപ്പ സഹായിച്ചു? ഷക്ലീന, ഞാൻ അവരെ എപ്പോഴാ സഹായിച്ചത്? എപ്പ? എങ്ങനെ? അവരെന്നെ സാറെന്ന് വിളിച്ചിട്ട് പോവാണല്ലോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എന്താ കാര്യം വെച്ചാ അത് പറഞ്ഞിട്ടങ്ങ് പോ. Watch India's largest kids library only on Jio Hotstar. Download the app now.